നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 9/12/2025 പ്രീ മാർക്കറ്റ് വീഡിയോ. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ പരാമർശിക്കുന്ന ലെവലുകൾ സപ്പോർട്ടായോ റെസിസ്റ്റൻസായോ ആക്ട് ചെയ്യപ്പെടാം എന്നുള്ളതാണ്. എങ്കിലും അവിടെ നിന്ന് ട്രേഡ് എടുക്കുമ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ഉത്തരവാദിത്തത്തിലെടുക്കുക. എടുക്കുന്ന ട്രേഡുകൾക്ക് എനിക്ക് യാതൊരു തരത്തിലുള്ള ബാധ്യതയും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. 9/12/2025 മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസുമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇന്ന് മാർക്കറ്റ് എല്ലാ ഇൻഡെക്സും ഇടിവിലായിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ലിംഗ് മോഡിൽ തന്നെയാണ്. മാർക്കറ്റിൽ ഗ്ലോബൽ മാർക്കറ്റിലും ഒരുതരം അനിശ്ചിതാവസ്ഥയുണ്ട്. മാത്രമല്ല പല ഇൻഡെക്സുകളും ഓൾ ടൈം ഹൈയിൽ നിന്നതിന് ശേഷമാണ് താഴേക്ക് പോന്നിരിക്കുന്നത്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ക്വൈറ്റ് നേച്ചുറലായിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. പക്ഷെ ഇനിയും കുറച്ച് ദിവസം കൂടി, ഒരുപക്ഷെ ചില ദിവസങ്ങൾ കൂടി ഇത് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് മൂവ് ചെയ്യാം എന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ പറയുന്നത്. എനിവേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ളതല്ല. ആസ് എ ട്രേഡർ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മാർക്കറ്റ് മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും അതിൽ നിന്ന് ലാഭമുണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആസ് എ ട്രേഡർ ഒരിക്കലും വലിയ തോതിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിനെക്കുറിച്ചോ താഴേക്ക് പോകുന്നതിനെക്കുറിച്ചോ ആശങ്കപ്പെടേണ്ടതില്ല. ഏത് ദിശയിലേക്കാണ് മാർക്കറ്റ് പോകുന്നത് ആ ദിശയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുക, പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ട്രേഡർക്ക് ചെയ്യാവുന്ന കാര്യം. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ പോലെ വലിയ തോതിലുള്ള വ്യാധികളോ ടെൻഷൻസോ ഒന്നും ട്രേഡർക്ക് ഈ കാര്യത്തിൽ വേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും നാളത്തെ നിഫ്റ്റിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈനുകൾ എന്ന് പറയുന്നത് 25,579, 25,712, 25,840, 25,927, 26,005, 26,085, 26,208, 26,310. ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കുന്ന ലെവലുകൾ 58,603, 58,848, 59,068, 59,293, 59,518, 59,804, 60,100. ഇനി സെൻസെക്സ് 84,179, 84,583, 84,843, 85,120, 85,397, 85,784, 86,061. അവസാനമായി മിഡ് ക്യാപ്പ് 13,637, 13,753, 13,813, 13,868, 13,926, 14,012, 14,090. 4 ഇൻഡെക്സുകളുടെയും നാളേക്കുള്ള, അതായത് ഡിസംബർ 9 ലെവലുകളാണ് നമ്മളിപ്പോൾ തന്നത്. വീണ്ടും ഞാൻ ഡിസ്ക്ലെയിമർ ആവർത്തിക്കുന്നു. അവനവൻ്റെ റിസ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. ഇത് പഠിക്കാനായിട്ട് മാത്രം ഉള്ള ലെവലുകളായി പരിഗണിക്കുക. ഇന്ന് ആക്ച്വൽ മാർക്കറ്റിൽ നടന്ന ട്രേഡിൻ്റെ റിവ്യൂ അഥവാ പോസ്റ്റ് മാർക്കറ്റ് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തൊട്ട് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ അത് കാണും, അതുകൂടി കാണുക. ആ ലെവലുകൾ എന്തുമാത്രം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും സപ്പോർട്ടിനും ഒക്കെ പ്രത്യേകം നന്ദി പറയുന്നു. ഒരുപാട് പേർ ഒന്നും ഇത് കണ്ടു തുടങ്ങിയിട്ടില്ല. വളരെ ചെറിയ ചാനലാണ് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്കറിയാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുക. ഏറെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്, പലരും ബെൽ ഐക്കൺ എന്ന് പറയുന്നത് എനേബിൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പുതിയ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കാറില്ല. അതുകൊണ്ട് ഓരോ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ പലപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും വീഡിയോ കാണുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ കുറേ പേരെങ്കിലും
സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, വീഡിയോ കാണുന്നുണ്ട്. വീഡിയോ കാണുന്നതിൽ സന്തോഷം. ഒപ്പം സബ്സ്ക്രിപ്ഷൻ കൂടി അല്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. ഇതുവരെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി. വിജയകരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ലാഭകരമായ പ്രോഫിറ്റബിളായിട്ടുള്ള ഒരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.